എനിക്ക് ഒരുപാട് മെസ്സേജിനൊരു സംഭവമാണ് എങ്ങനെ ന്യൂസിലാൻഡിലെത്താം, എങ്ങനെ ന്യൂസിലാൻഡിൽ ജോലി കിട്ടും എന്നുള്ളത്. എനിക്ക് കുറേ മെസ്സേജ് വരാറുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാനിതെല്ലാം നേഴ്സിംഗ് കൗൺസിലിൻ്റെ സൈറ്റിൽ നിന്ന് എടുത്ത വിവരങ്ങൾ വെച്ചിട്ടാണോ? അപ്പം ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ, എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ CGFന് ഇതിൻ്റെ സൈറ്റുണ്ട്. അപ്പോൾ അതുവഴി അപ്ലൈ ചെയ്തിട്ട് അവർക്കെല്ലാം അയച്ചു കൊടുക്കണം. കുറേ സംഭവങ്ങളുണ്ടത്. അതെല്ലാം അയച്ചു കൊടുത്തിട്ട് അവർ റിപ്പോർട്ട് നേഴ്സിംഗ് കൗൺസിലിന് സബ്മിറ്റ് ചെയ്യും. പിന്നെ ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് എന്നാക്കി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ OET റൈറ്റിംഗ് ഒഴികെ ബാക്കിയെല്ലാം B. റൈറ്റിങ്ങിന് എനിക്ക് C+ മതി എന്ന് തോന്നുന്നു. C+ ആണെന്ന് എനിക്ക് തോന്നുന്നു. IELTS ഇതുപോലെ തന്നെ റൈറ്റിംഗ് ഒഴികെ ബാക്കിയെല്ലാം 7. റൈറ്റിങ്ങിന് 6.5 വേണം. പിന്നെ ഇതെല്ലാം നമുക്ക് ഒരു കൊല്ലം കൊണ്ട് എഴുതിയെടുത്താൽ മതി. ഞാൻ വന്നിട്ട് ഇവിടെ 5 കൊല്ലമായി. അപ്പോൾ ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് പ്രോസസ്സിങ്ങും പരിപാടിക്കൊക്കെ. ഇതുപോലെ എനിക്ക് റൈറ്റിംഗ് പോയായിരുന്നു. ഞാൻ രണ്ടാമത് റൈറ്റിംഗ് മാത്രം എഴുതിയെടുക്കണം എഴുതുക. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് അവർ സൈറ്റിൽ പറഞ്ഞത് 1800 അവേഴ്സാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ 2 കൊല്ലം വേണം തോന്നുന്നു. അത്ര എക്സ്പീരിയൻസ് വേണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അവരൊരു കമ്പ്യൂട്ടർ ടെസ്റ്റ് നടത്തും ഓൺലൈൻ. അത് നേഴ്സിംഗ് തിയറി സംഭവങ്ങളൊക്കെ ആയിട്ട്. എനിക്ക് തോന്നുന്നു UK കാരനെ കൊണ്ട് CBT ഒരു സംഭവം എനിക്ക് തോന്നുന്നത്. അത് ന്യൂസിലൻഡ് നേഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ച സ്ഥലത്ത് പോയിട്ട് എഴുതാം, അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ വന്ന് എഴുതാം. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് OSCE. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ തന്നെ വന്ന് ചെയ്യണം. ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് 2 ദിവസത്തെ പരിപാടിയാണ്. OSCE ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ ട്യൂട്ടർമാരെല്ലാം അതിൻ്റെ റിപ്പോർട്ടെല്ലാം അയച്ചു കൊടുത്ത് നേഴ്സിംഗ് കൗൺസിലിന് അയച്ചു കൊടുത്ത് പിന്നീടാണ് നമുക്ക് APC, അതായത് വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേര് മിക്കവരും തന്നെ 4th ഇയർ പഠിക്കുന്ന പിള്ളേരല്ല ജസ്റ്റ് പറഞ്ഞതുള്ളൂ. 4th ഇയർ പഠിക്കുന്നവർ, പിന്നെ കഴിഞ്ഞവർ. അപ്പം ഞാൻ അവരോട് പറയാനുള്ള മിനിമം ഒരു 2 കൊല്ലമെങ്കിലും എക്സ്പീരിയൻസ് വേണം. അതിന് മുന്നേ എങ്ങോട്ടെങ്കിലും പുറത്ത് കയറുന്നതാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഗൾഫ് കൺട്രീസ് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. നമുക്ക് അത്യാവശ്യം പൈസ സേവ് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് പറഞ്ഞാൽ എനിക്കൊരു 2-3 ഇയേഴ്സ് അറ്റ്ലീസ്റ്റ് എക്സ്പീരിയൻസ് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് വരുന്നതായിരിക്കും നല്ലത്. അതിൽ കുറഞ്ഞവർ അവരെടുക്കുമെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെയെങ്കിലും ആരും എടുക്കണമല്ലോ. എനിക്ക് യൂറോപ്യൻ കൺട്രീസിൽ മൊത്തത്തിൽ എനിക്ക് ആരെയും എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാർ കയറി പോകുന്നുണ്ട്. പിന്നെ നമ്മളെ ആൾക്കാർ ഇവിടെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതൊക്കെ വേറെ കാര്യം, അതൊക്കെ ഇവിടെ. അപ്പം മൊത്തത്തിൽ പൊതുവെ ഇപ്പം എടുക്കണ കുറവാണ്. ഏജൻസീസ് ഇങ്ങനെ കുറേ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പൈസ കൊടുത്ത് വെറുതെ കാശ് കളയരുത് കേട്ടോ. എല്ലാം നോക്കി കണ്ടിട്ടും വരിക. എല്ലാം നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. ഇപ്പോൾ കയ്യിൽ മൊബൈലിലുള്ള. അപ്പം അതിൻ്റെ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സൈറ്റിൽ എനിക്ക് നേഴ്സിംഗ് കൗൺസിലിൻ്റെയൊക്കെ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉടനെ റിപ്ലൈ തരത്തില്ലെങ്കിലും എനിക്കൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ റിപ്ലൈ തരും. അപ്പോൾ എന്തെങ്കിലും ഒരു സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ അവർക്ക് മെയിൽ അയക്കുക, അവർ റിപ്ലൈ തരും. അപ്പം അതൊക്കെ ചെയ്യുക. എല്ലാം ഇപ്പോൾ നമ്മുടെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്, മൊബൈലുണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ സെർച്ച് എല്ലാം കിട്ടുന്നതാണ്. വെറുതെ ഏജൻസികൾ ചുമ്മാ മോഹന വാഗ്ദാനം നൽകി അതിൻ്റെ അകത്ത് ചതിക്കുഴി പോയി ചാടരുത്. അങ്ങനെ കുറേ ആൾക്കാർ ചാടിയിട്ടുമുണ്ട്, കാശും പോയിട്ടുണ്ട്. അപ്പം അത് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയണത്. തൽക്കാലം എനിക്ക് ഇപ്പം വേക്കൻസി ഒന്നുമില്ല. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ക്യാപ്പ് ചെയ്തിട്ട് കുറേ ആൾക്കാർ തിരിച്ചും പോയിട്ടുണ്ട്. അപ്പം നിലവിൽ ഇപ്പം പൈസ കൊടുക്കാതിരിക്കുക. എനിക്ക് അടുത്ത വേക്കൻസിയൊക്കെ ഇനി വരുമായിരിക്കും പ്രതീക്ഷിക്കാം. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് ജസ്റ്റ് പറയാൻ വേണ്ടിയാണ് വന്നത്. ഓക്കെ എന്നാ.